ഇതിപ്പോൾ വേനൽക്കാലമാണ്. വേനൽക്കാലം എന്ന് കേൾക്കുമ്പോൾക്ക് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടുക എന്നുള്ള ഒരു സംഭവം. പലരും വെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടാവുന്ന ഒരു സമയമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾക്ക് അറിയാൻ എന്നുള്ള അടുത്ത കമൻറ്റ് വരും. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ദൈവം സഹായിച്ച് ഈ വേനൽക്കാലത്തും ഒരു ബുദ്ധിമുട്ടുമില്ല വെള്ളത്തിന്. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നൊരു വ്യക്തിയാട്ടോ ഞാൻ. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു കനാൽ സൈഡിലാണ്. അപ്പോൾ റോഡ്, കനാൽ, റോഡ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതേ ഗൈസ്, നിങ്ങൾ കണ്ടോ, നമുക്ക് വേനൽക്കാലാകുന്ന സമയത്ത് ആവശ്യത്തിലധികം വെള്ളം എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യമുള്ളൊരു സംഭവമാണ് കേട്ടോ. വെള്ളമില്ലാത്ത ആൾക്കാർക്കറിയാം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ്. നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത്. നമുക്കതുള്ള സമയത്ത് നമുക്കതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അതൊന്നും നമുക്കില്ലാതെ ശരിക്കും നമുക്ക് വില അറിയുന്ന ഒരു ദിവസം നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് മോട്ടർ ഇടാൻ മറന്നു പോയാൽ മനസ്സിലാവും നമുക്ക് വെള്ളത്തിൻ്റെ വില എന്താ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ചൂട് കാലത്ത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ശരിക്കും ഭാഗ്യം ചെയ്ത ആൾക്കാർ തന്നെയാണ്. കാരണം കനാലിൽ ഇഷ്ടം പോലെ വെള്ളം എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്കാർക്കും ഇവിടെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഈ സമയത്ത് നമ്മുടെയൊക്കെ കിണറ്റിൽ വെള്ളം കൂടുന്നൊരു സമയമാണ്. അപ്പോൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആൾ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ അങ്ങനത്തെ ഒക്കെ ഇട്ട് ശുദ്ധീകരിക്കലാണുണ്ടോ. കാരണം ഇത് നമ്മുടെ കക്കയം ഡാമിൻ്റെ അകത്തു നിന്നാണ്. ആ ഡാമാട്ടോ, ആ ഡാമിൻ്റെ ചെറിയ കനാലാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നൊരു സംഭവം, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന പോലെ നോക്കി ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണെന്നുള്ളത്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇതേ അനുഗ്രഹമായിട്ട് ഒഴുകി പോകുമ്പോൾ ആ ഒരു വിവരം നിങ്ങളുടെ അടുത്തുകൂടിയും പറയണ്ടേ. എത്ര കണ്ടുണ്ട് ഗൈസ്. പക്ഷേ ഞങ്ങൾ ആരും ഈ വെള്ളത്തിൽ ഇറങ്ങാറില്ല കേട്ടോ. പക്ഷെ അങ്ങോട്ട് കൃഷി നനയ്ക്കാനായിട്ടും അലക്കാനായിട്ടൊക്കെ ഇതിൽ ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കനാൽ ഈ വെള്ളം തുറന്നു വിടുന്നതിൻ്റെ മുമ്പായിട്ട് നന്നാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചിലപ്പം അവരങ്ങ് നിർത്തിക്കാളും, ചിലപ്പോൾ ഇടും. പക്ഷെ എന്നാൽ പോലും നമ്മുടെയൊക്കെ കിണറ്റിൽ, ഞങ്ങളെയൊക്കെ കിണർ എന്ന് പറയുന്നത് നല്ല കഴയുണ്ട് കേട്ടോ. പക്ഷേ ആവശ്യത്തിലധികം വെള്ളമുണ്ട് എന്ന് പറയാം. ശരിക്കും അതൊരു ഭാഗ്യമല്ലേ. ഈ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം എൻ്റെയൊക്കെ സഹോദരി പറയും അവിടെയൊക്കെ വെള്ളമില്ലാത്തത് കൊണ്ട് അവർ ബുദ്ധിമുട്ടായി കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ദേ ഇനി ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ വേണ്ടാണ്ട് ഒഴുകി പോകുന്ന എന്ന് പറയുന്നു. ഇതെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലവും കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ചെറിയ ചെറിയ പാലങ്ങളുണ്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കനാൽ വിശേഷം. കനാൽ സൈഡിലാണ് വീട്, വെള്ളം വേണ്ടാണ്ട് ഒഴുകുന്നു എന്നുള്ള വിവരം നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ. ഓക്കെ, ടാറ്റാ.